നമുക്കൊപ്പം ഇപ്പോൾ സിത്താരയുണ്ട്. സിത്താര വയനാട് ചീങ്ങോട് നടവയലിലാണ് സിത്താരയുടെ വീട്. സിത്താര, എങ്ങനെയാണ് ഈ വീട് നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത്? മാഡം, ഞാൻ SKMJ അതുപോലെ HSSലേക്ക് ക്യാമ്പിൽ വളണ്ടിയർ ആയിട്ടും കോർഡിനേറ്റർ ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കവിടെ ഒരുപാട് ഫാമിലീസിനെ ഞങ്ങൾ കണ്ടു. അപ്പം എനിക്കൊരു ചെറിയ വീടാണ്. അപ്പം നമ്മളെ വീട്ടിൽ ഏതെങ്കിലും ഒരു ചെറിയ ഫാമിലീനെ അവർക്ക് വീടാവുന്നവരെ നോക്കാം എന്നാണ് വിചാരിച്ചത്. ഹസ്ബൻഡിനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും 2 മക്കളുമാണ് വീട്ടിലുള്ളത്. നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ മറ്റ് 2 മുറികൾ വിട്ടു നൽകാനാണ് താല്പര്യപ്പെടുന്നത്? അതെ 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 ഞങ്ങളെ വീട്ടിൽ 3 റൂമാണുള്ളത്. അപ്പോൾ ഒരു റൂം ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 റൂമുണ്ട്. അപ്പം ആർക്കെങ്കിലും ചെറിയൊരു ഫാമിലിക്ക് നിൽക്കാം. നമുക്ക് ഇക്കാര്യം സർക്കാരിനെ അറിയിക്കാം. അവർ പൂർണ്ണമായുമുള്ള വീടുകളാണ് നോക്കുന്നത്. അപ്പോൾ സിത്താര അറിയിച്ച ഇക്കാര്യം കൂടി നമുക്ക് സർക്കാരുമായി വിവരങ്ങൾ കൈമാറുമ്പോൾ നമ്മൾ അറിയിക്കാം. സിത്താരയെ നമ്മൾ വീണ്ടും ബന്ധപ്പെടാം. സിത്താര, എന്തായാലും ഇങ്ങനെയൊരു ഉള്ളതുകൊണ്ട് സഹായിക്കാനുള്ള ഈ ഒരു മനസ്സ് കാണിച്ചതിന് ഒത്തിരി സന്തോഷം കേട്ടോ. മാഡം, ഞങ്ങൾ ക്യാമ്പിൽ നിന്നിട്ട് ഒരുപാട് പേരെ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം, ഞങ്ങൾക്കിപ്പോൾ ഒരു 10 സെന്റ് സ്ഥലവും വീടാണ് ഉള്ളത്. അപ്പം നമ്മളെ കൊണ്ട്, എന്നെക്കൊണ്ട്, എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് പറ്റുന്നത് ഈ ഒരു കാര്യമാണ്. അതാണ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. മനസ്സിലായി സിത്താര. അത് പറയാൻ കാണിച്ച ആ ഒരു മനസ്സ് അത് തന്നെ വലുതാണ്. നമുക്ക് അറിയിക്കാം, സർക്കാരിനെ അറിയിക്കാം. 600-ലധികം പേർ, ഇപ്പോൾ 600-ലധികം കുടുംബങ്ങൾക്കാണ് വീട് ഒരുക്കേണ്ടത്. അതിൽ കൃത്യമായി ഒരു പൂർണ്ണ വീട് വേണ്ട ആളുകൾ എത്രയാണ് എന്നതും കണക്കിപ്പോൾ എടുത്തിട്ടുണ്ട്. സിത്താരയെ നമ്മൾ വീണ്ടും ബന്ധപ്പെടാം കേട്ടോ. ഓക്കെ താങ്ക് യു മാഡം, താങ്ക് യു. നോക്കൂ, സിത്താരയുടെ വീട്ടിൽ 3 മുറികളാണുള്ളത്. അതിൽ ഒരു മുറിയിലേക്ക് താനും ഭർത്താവും മക്കളും അടങ്ങുന്ന കുടുംബം ചുരുങ്ങിക്കൊണ്ട് മറ്റു 2 മുറികളിൽ വീടില്ലാതെ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യരെ കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള വിശാല മനസ്സുള്ള മനുഷ്യർ, അത് ആത്മാർത്ഥമായി വിശാലമായ ആ മനസ്സ് തുറന്നു കാണിക്കുന്ന മനുഷ്യരെ നമ്മൾ കൂടുതൽ ചേർത്ത് നിർത്തേണ്ട കാലമാണിത്. വയനാടിനുണ്ടായ ദുരന്തം എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്.